ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏവരെയും ചോസൻ ആൻഡ് ബിലവഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നേ ദിവസം മെയ് 21 ചൊവ്വാഴ്ച. ചോസൻ ആൻഡ് ബിലവഡില് എന്തിനാണ് ഈ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് പറയുകയെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് എന്തിനാണ് ഇത്രയേറെ പറയുക? ഒത്തിരിയേറെ അദ്ദേഹം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത പലരുടെയും ഉള്ളിലുണ്ട്. ചില അഭിപ്രായങ്ങളുണ്ട്. ഈവൻ ഫ്രാൻസിസ്കൻസ് പോലും അദ്ദേഹത്തെക്കുറിച്ച് അധികം പറയാതെ മറ്റു വിശുദ്ധരെ കുറിച്ച് പറഞ്ഞു പോകുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്കൂളുകളിലെ സ്റ്റുഡൻസിനോട് ചിലപ്പോഴിങ്ങനെ ചോദിക്കുമ്പോൾ, ഏത് സെയിന്റിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള സെയിന്റ്സ് ആരൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള മഹാവിശുദ്ധരെ കുറിച്ചുള്ള ഓർമ്മകൾ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിലുള്ളൂ. അത് ഒരു തലമുറ കഴിഞ്ഞപ്പോൾ അത് നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും എളുപ്പം സംസാരിക്കാനും അസിസിലെ ഫ്രാൻസിസിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ മറ്റു വിശുദ്ധരെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ചും കൂടി പറയേണ്ടതുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഫ്രാൻസിസ്കൻ സഭയുടെ ഫൗണ്ടർ ആയതുകൊണ്ടോ എന്റെ സഭയുടെ ഫൗണ്ടർ ആയതുകൊണ്ട് മാത്രമല്ല, ചരിത്രത്തിൽ ദൈവത്തിന് ഇങ്ങനെ ഇടപെടാൻ സാധിക്കുമെന്ന് അത്ഭുതത്തോടുകൂടി ചരിത്രം എഴുതി വച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ അസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. പലപ്പോഴും അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അസിസിലെ ഫ്രാൻസിസിന്റെ പോരായ്മയല്ല, അസിസിലെ ഫ്രാൻസിസിനെ മനസ്സിലാക്കുന്നതിലുള്ള പോരായ്മയായിട്ട് തോന്നിയിരിക്കുന്നത്, അദ്ദേഹം പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പേട്രൺ ഓഫ് എക്കോളജിസ്റ്റ് ആണ്, പരിസ്ഥിതി പ്രവർത്തകരുടെ മധ്യസ്ഥനായിട്ടാണ്. അതുപോലും കൃത്യമായിട്ടല്ല അദ്ദേഹം ഓർമ്മിക്കപ്പെടുക. പരിസ്ഥിതിയുടെ മധ്യസ്ഥനായിട്ടാണ് പലരും അദ്ദേഹത്തെ കുറിച്ച് പറയുക. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകരുടെ മധ്യസ്ഥനാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ലൗദാത്തോ സി എന്ന് പറയുന്ന ചാക്രിക ലേഖനങ്ങളിലൂടെയും അതുപോലെയുള്ള എൻസിക്ലിക്കലുകളുടെ ഒക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ, എവിടെയൊക്കെയോ നമ്മൾ അറിയാതെ തന്നെ ഫ്രാൻസിസിനെ ഒരു എക്കോളജിസ്റ്റ് ആയിട്ട്, പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ സംസാരിച്ചവൻ, മൃഗങ്ങളെ സ്നേഹിക്കുന്നവൻ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഒതുക്കപ്പെടുകയാണ്. എന്നാൽ അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് വിശുദ്ധ ബൊനവെഞ്ചർ, വേദപാരംഗതനായ വിശുദ്ധ ബൊനവെഞ്ചർ പറയുക ഇങ്ങനെയാണ്: എല്ലാ വിശുദ്ധരിലും ക്രിസ്തുവിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാവം കൂടുതൽ പ്രകടമായിട്ടുണ്ട്. എന്നാൽ അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തില് ക്രിസ്തുവിന്റെ എല്ലാ മുഖങ്ങളും പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുക. അതുകൊണ്ടാണ് ലയോ 11 പാപ്പ അദ്ദേഹത്തെ റീത്തെ എസ്പിയാത്തിസ് എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെ രണ്ടാം ക്രിസ്തു എന്ന് നാമകരണം ചെയ്യപ്പെടുക. അത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് ഫ്രാൻസിസ്കൻസ് ഇട്ട ഒരു പേരാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ആരോ വിളിച്ച ഒരു പേരാണെന്ന് നമ്മൾ ഒരിക്കലും കരുതേണ്ട. ജനം എപ്പോഴും അദ്ദേഹത്തിൽ ക്രിസ്തുവിനെ ദർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 1926 റീത്തെ എസ്പിയാത്തിസ് എന്ന് പറയുന്ന ലേഖനത്തിലൂടെ ലയോ 11 പാപ്പ തന്നെയാണ് അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തു എന്ന് നാമകരണം ചെയ്യുക. അത് ക്രിസ്തുവിന് തുല്യനാക്കുകയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ എല്ലാ ഭാവങ്ങളും ഈ ഫ്രാൻസിസിൽ പ്രകടമായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്ന് ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, കുട്ടികളൊക്കെ പലപ്പോഴും പണ്ട് കാലത്ത് ഒത്തിരിയേറെ വായിക്കുന്നവരായിരുന്നു. ഇന്ന് അത്രമാത്രം ഒന്നും വായിക്കുന്നില്ല. അതുപോലെ അവരുടെ ശ്രദ്ധകൾ പലപ്പോഴും വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചുരുങ്ങി പോവുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധരെ കുറിച്ച് പറയുമ്പോൾ ചിലതൊക്കെ ഇതൊക്കെ അവർക്ക് അറിയാം എന്ന രീതിയിൽ നമ്മൾ മനഃപൂർവ്വം നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തോടും പുതുതലമുറയോടും നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയായിരിക്കും. ദൈവത്തിന് ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് അത്ഭുതത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിശുദ്ധന്റെ ജീവിതം തന്നെയാണ് അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം. ഞാൻ ഇന്നേ ദിവസം അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ചുള്ള ഒരു സംഭവമാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരുപക്ഷെ ഫ്രാൻസിസ്കൻസിനൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജനന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ഒരു സാദൃശ്യം ഉണ്ടായിരുന്നു. പലരും ഇതിനെ ഒരു ലെജൻഡായിട്ട്, ഒരു സങ്കല്പമായിട്ട് പലരും പറയാറുണ്ട്. എന്നാൽ ഇതിന് ചില ചരിത്ര വസ്തുതകളും അതുപോലെ ചരിത്രപരമായ ചില പ്രാക്ടീസുകളും ചില ചര്യകളും ഒക്കെ ഉണ്ട് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: എങ്ങനെയാണ് ഫ്രാൻസിസ് കാലിത്തൊഴുത്തില് പിറക്കാൻ ഇടയായത്? പലപ്പോഴും ഇത് ഫ്രാൻസിസ്കൻസിന്റെ ഒരു ജൽപ്പനമായിട്ടൊക്കെ പലരും കരുതാറുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസിസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജനനം കാലിത്തൊഴുത്തിലായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇത് മനസ്സിലാക്കണമെങ്കിൽ അസിസിലെ ഫ്രാൻസിസിന്റെ മാതാപിതാക്കളെ കുറിച്ച് കൂടി നമ്മൾ നോക്കണം.
1800 1182 സെപ്റ്റംബർ മാസം 26-ാം തീയതി അസീസിയിൽ ആണ് വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ പീറ്റർ ബെർണദോൻ എന്നറിയപ്പെടുന്ന അസീസിയിലെ വ്യാപാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് പീക്ക എന്ന് പറയുന്ന പ്രഭുയായിരുന്നു. ഇവരെ രണ്ടുപേരെയും കുറിച്ച് പറയുമ്പോൾ അസീസിയുടെ ജനന അല്ലെങ്കിൽ ജനങ്ങള് രണ്ട് രീതിയിൽ വേർതിരിക്കപ്പെട്ടവരായിരുന്നു. ഒന്നാമത്തെ എന്ന് പറയുന്ന പ്രഭുക്കന്മാരുടെ ഒരു വലിയ ഒരു ജനതയാണ്, ഒരു ജനവിഭാഗമാണ്. അവരെ മയോരസ് എന്ന പേരിലാണ്, മേജർ എന്ന പേരിലാണ് അവരെ അറിയപ്പെട്ടിരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മിനോരസ്, മൈനർ എന്ന പേരിലാണ്. അതായത് മേൽത്തട്ടിലുള്ളവരും കീഴ്ത്തട്ടിലുള്ളവരും. ഇതിൽ കീഴ്ത്തട്ടിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന അസിസിലെ ഫ്രാൻസിസിന്റെ അപ്പനായിട്ടുള്ള പീറ്റർ. പക്ഷെ അദ്ദേഹം വാണിജ്യം കൊണ്ട്, അദ്ദേഹം വസ്ത്ര വ്യാപാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ധനം സമ്പാദിച്ച് അദ്ദേഹം സമൂഹത്തിലെ ഉന്നതരെ കഴിഞ്ഞും മേൽത്തട്ടിലുള്ളവരെ കഴിഞ്ഞും ധനസമ്പാദനത്തിലൂടെ അദ്ദേഹം പ്രശസ്തി ആർജിച്ചു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ആയിട്ടുള്ള ഈ പറയുന്ന പീക്ക എന്ന് പറയുന്ന ഭക്ത സ്ത്രീ ആയിട്ടുള്ള ഈ വിശുദ്ധ സ്ത്രീയെ ഇദ്ദേഹം ഭാര്യയായിട്ട് ഇദ്ദേഹത്തിന് ലഭിച്ചത്. പീക്ക വളരെ കുലീനത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. അതോടൊപ്പം തന്നെ അവൾ വളരെ ഭക്തിയും അതുപോലെ ആത്മീയമായിട്ട് വളരെ ജ്ഞാനവും ഉള്ളവളായിരുന്നു. അവളുടെ പ്രസവ സമയത്ത് ഫ്രാൻസിസിനെ മൂത്ത പുത്രന്റെ അവര് രണ്ട് മക്കളാണ് നമുക്കറിയാം. ആദ്യത്തെ മൂത്ത മകന്റെ ജനന സമയത്ത് ഈ കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് പീക്കായ്ക്ക് സാധിക്കുന്നില്ല. അവൾ വളരെയധികം വേദനയോടുകൂടി വേദനയിൽ പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു ഏതാനും തലമുറകൾക്ക് മുമ്പ് വരെ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ എന്ന് വേണേൽ നമുക്ക് പറയാം. ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു പക്ഷേ പലപ്പോഴും 40-50 വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരെ ഒരു പക്ഷേ വയറ്റാട്ടിമാരെന്നൊക്കെ പറയുന്ന രീതിയിൽ പ്രസവം എടുക്കുന്ന സ്ത്രീകള് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അത് ചില ഗ്രൂപ്പുകൾ തന്നെ അങ്ങനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ചരിത്രത്തിൽ, കേരള ചരിത്രത്തില്. അങ്ങനെ അവരെല്ലാം ഇങ്ങനെ നോക്കിയിട്ടും ഈ കുഞ്ഞിനെ ജന്മം നൽകാനായിട്ട് പീക്കായെ സഹായിക്കാനായിട്ട് പറ്റിയില്ല. പീക്ക വേദന കൊണ്ട് പുളയുകയാണ്. അപ്പൊ ആ അവസരത്തില് ഒരു സന്യാസി അവിടേക്ക് വരികയും ഈ ഇവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഒരു സ്ത്രീ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയും അങ്ങനെ അവര് പറയുന്നു ഇവിടുത്തെ പ്രഭു, ഈ ഭവനത്തിന്റെ ഈ ഗ്രഹനാഥ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് ഉള്ള അവസരത്തിലാണ്, മുഹൂർത്തത്തിലാണ്. പക്ഷെ അവൾക്ക് സാധിക്കുന്നില്ല. വളരെയേറെ സമയമായിട്ട് അവൾ വേദന കൊണ്ട് പുളയുകയാണ് എന്ന് പറയുക. ഉടനെ ആ സന്യാസി പറയുകയാണ് അവളെ വേഗം കാലിത്തൊഴുത്തിലേക്ക് മാറ്റുക. അപ്പോൾ വളരെ സുഖപ്രസവം ലഭിക്കുമെന്ന് പറയുക. ആ സമയത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ പറ്റിയിട്ടും ഒന്നും നടക്കാതെ പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? അവരേറ്റവും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് തയ്യാറാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എന്തെങ്കിലും ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ വരുമ്പോൾ എത്രയോ അധികം ഒറ്റമൂലികളാണ് നമുക്ക് കിട്ടുക. ഞാൻ ഓർക്കാറുണ്ട് ഒരിടയ്ക്ക് എനിക്ക് ചുമയുണ്ടായിരുന്നു. ചുമ നിൽക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അന്നാണ് ഞാൻ അറിയുന്നത് കേരളത്തില് ഇത്രയേറെ നാട്ടുവൈദ്യങ്ങളുണ്ടെന്ന്. ഞാൻ ഒന്ന് ചുമച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ പ്രസംഗത്തിനിടയിൽ ചുമയ്ക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ കുർബാന കഴിയുമ്പോഴായിരിക്കാം ആളുകൾ വരും. എന്നിട്ട് പറയും അച്ഛന് നല്ല ചുമയുണ്ടല്ലോ, അച്ഛൻ ഉടനെ ഇന്ന കാര്യം ചെയ്യുക. ആടലോടകത്തിന്റെ ഇലയും മുട്ടവിളയൊക്കെ ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ ചുക്ക് പൊടിച്ച് കഴിക്കുക, അതല്ലെങ്കിൽ ഓരോ പച്ചമരുന്നുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലര് സ്നേഹപൂർവ്വം ആ മരുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് തരും. അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇത്രയും ഒറ്റമൂലികളും ഇത്രയേറെ പൊടിക്കൈകളും നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ പറയുന്ന അസീസിയിലും ഒരു നാട്ടിൻപുറത്തിന്റേതായിട്ടുള്ള എല്ലാവിധ പച്ചമരുന്നുകളും ഒറ്റമൂലികളും അതുപോലെ നാട്ടുപ്രയോഗങ്ങളും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണത്. അപ്പം അങ്ങനെ വന്നപ്പോൾ കാരണം വലിയ മെഡിക്കൽ കോളേജുകളോ ഹോസ്പിറ്റൽസോ ഒന്നും ആ സാഹചര്യത്തിൽ അവിടെ ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പീക്കായോട് ഈ സന്യാസി പറയുന്നതനുസരിച്ച് അവര് ഈ പറയുന്ന തൊഴുത്തിലേക്ക് ഈ സ്ത്രീയെ മാറ്റുക. ഇതിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഞാന് എന്റെ ചെറുപ്പത്തില് വീട്ടില് ജോലിക്ക് വന്നിരുന്ന അമ്മമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നതും അതുപോലെ തന്നെ എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ പറഞ്ഞു കേട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു എന്നാ സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അതിന് മറുപിള്ള പോകാനായിട്ട് പറ്റുന്നില്ലെങ്കില് പടി കഴുകിയ വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുമെന്ന് പറയും. അതായത് വാതിൽപ്പടിയില്ലേ, വാതിൽപ്പടി ചവിട്ടി കിടക്കുമ്പോൾ പണ്ടത്തെയൊക്കെ മുറികൾക്കൊക്കെ വാതിൽപ്പടികളുണ്ട്. അപ്പൊ ആ പടി കഴുകിയ വെള്ളം കൊടുക്കും. ആ പടി കഴുകിയ വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടുത്തെ ആ വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം ഒട്ടും ഹൈജീൻ അല്ല,
ഒട്ടും വൃത്തിയുള്ളതല്ല എന്ന് നമുക്കറിയാം. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു മനം പുരട്ടലും അതുപോലെ തന്നെ ഛർദ്ദിക്കാനായിട്ട് വരും. ആ ഛർദ്ദിക്കാനായിട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ആ ഒരു ഫോഴ്സില് ഈ മറുപിള്ള പുറത്തു പോകുമെന്നാണ് പറയുക. ഇത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടതാ. കൗതുകം ഉള്ളതുകൊണ്ട് അത് ഓർമ്മയിൽ അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അത്രയ്ക്ക് ഹീനമായിട്ടുള്ള ഒരു കാര്യം പോലും അത് ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ മനുഷ്യൻ പ്രയോഗിച്ചു പോവുകയാണ്. കാരണം വേറൊരു നിർവാഹവുമില്ല അവിടെ. അല്പം കൂടി താമസിച്ചാൽ അമ്മയും കുഞ്ഞും നഷ്ടമാവും. അങ്ങനത്തെ സാഹചര്യമാണ്. അപ്പൊ ഉടനെ പീക്കായെ ഈ പറയുന്ന ആ, എന്നാ കാലിത്തൊഴുത്തിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് സുഖപ്രസവം ലഭിക്കുകയും ചെയ്തു എന്നാണ് പറയുക. അപ്പം ഇത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ നാട് പോലെയല്ല. അസിസിയുടെ ക്രോണിക്കിൾസുകളും അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ലെജൻസും ഇങ്ങനെയുള്ള സെയിങ്സ് ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്താറുണ്ടല്ലോ. അപ്പം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും എന്നാ ഇന്ന് നമുക്ക് കരുതുന്ന രീതിയിലുള്ള രേഖപ്പെടുത്തലുകളല്ല. ഇനി ഇതിനൊരു സാധ്യതയുണ്ടോ? ഒരു സന്യാസി കൃത്യസമയത്ത് വരാൻ സാധ്യതയുണ്ടോ? വരാനുള്ള സാധ്യതയുണ്ട്. ഈശോയുടെ ജനന സമയത്ത് നമുക്കറിയാം ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ കിഴക്ക് നിന്ന് വന്നു എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇടയില് ഞാൻ വേറെ ഏതോ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ടിബറ്റിലുള്ള ഏതൊരു ബുദ്ധിസ്റ്റ് മോണസ്ട്രിയില് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജനനത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയുക. അതുപോലെ തന്നെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ അതിന് ചരിത്രപരമായ വസ്തുതയായിട്ട് ഒന്നും കരുതണ്ട. പക്ഷെ ബുദ്ധിസ്റ്റ് പ്രാക്ടീസിനുള്ളില് ഇതുപോലെയുള്ള ഒരു ശൈലിയുണ്ട്. അവര് ദലൈലാമയാണ് അവരുടെ തലവനായിട്ടുള്ളത്. ദലൈലാമ. ഈ ദലൈലാമ തെരഞ്ഞെടുക്കപ്പെടുന്ന കർമ്മപ്പ ലാമമാരിൽ നിന്നാണ്. അതായത് ദലൈലാമ എന്ന് പറയുന്ന ബുദ്ധമതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആചാര്യൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനിക്കുന്ന വളരെ പ്രത്യേകതയുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിലപ്പം നിങ്ങൾ ഒരുപക്ഷെ യോദ്ധ എന്ന് പറയുന്ന സിനിമ ചരിത്രത്തില് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വ്യത്യസ്തതയുള്ള ഒരു സിനിമയാണ്. ആ സിനിമ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യോദ്ധ സിനിമ. ഈ യോദ്ധ സിനിമ ഇതിൽ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അത് ഓർമ്മയിലുള്ളവർക്ക് അത് ഓർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. കേരളത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരിക. ഓക്കെ. അപ്പം ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജനതകളിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ അവർ പ്രത്യേകമായിട്ട് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കൾച്ചറിൽ അവര് എവിടെയെങ്കിലും ബുദ്ധിസ്റ്റുകളുടെ ഇടയിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ ഇത് തിരിച്ചറിയാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇവരെന്ത് ചെയ്യും? നേരെ അവിടെ ചെല്ലും. എന്നിട്ട് ആ കുഞ്ഞിനെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി തിരിച്ചു കൊണ്ടുവരുന്നു. അവരുടെ പേരാണ് കർമ്മപ്പ ലാമമാര്. ഈ കർമ്മപ്പ ലാമമാരിൽ നിന്നാണ് ദലൈ ലാമയെ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ ജനസമൂഹങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും സന്യാസിമാരാണോ വളരെ പ്രത്യേകതയുള്ള ഒരു കുഞ്ഞിന്റെ അടുക്കിലേക്ക് ജനന സമയത്ത് എത്തിയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തതൊന്നുമല്ല, സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. ഓക്കെ. ഇത് നമ്മുടെ ഒരു സങ്കല്പമോ അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വേറെ കൾച്ചറിലുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കരുതാം. എന്നാൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് മാലാഹമാരുടെ ഗാനം കേട്ടിരുന്നു എന്നാണ് പറയുക. നമുക്കറിയാം ചിലപ്പോൾ ചില മഹത് വ്യക്തികളെ പരിചയപ്പെടുത്താനായിട്ട് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ അതിനോട് ചേർത്ത് വെച്ച് പലതും ഒക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ. പലരുടെയും കഥകള് ഇങ്ങനെ നമ്മുടെ നാട്ടില് പാണന്മാരുണ്ടായിരുന്നു. അവര് ആ ഒരു സമുദായത്തിന്റെ ലക്ഷ്യം തന്നെ സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരും വീരന്മാരുമായിട്ടുള്ളവരെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ്. അത് കേരളത്തിന്റെ ചരിത്രം തന്നെയാണത്. തച്ചോളി ഉദയനെ കുറിച്ചും ഉണ്ണിയാർച്ചയെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ചന്തുവിനെ കുറിച്ചും ഒക്കെയുള്ള കഥകള് ഈ പാണന്മാരുടെ പാട്ടുകളിലൂടെയാണ് ചരിത്രത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വരിക. അപ്പൊ ഇങ്ങനെയുള്ള ചില ഐതിഹ്യമായിട്ട് അതിന്റെ കൂടെ ചേർക്കപ്പെട്ടതാവാം ഫ്രാൻസിസിന്റെ ജനനത്തെ കുറിച്ചുള്ള കാര്യമെന്ന് നമ്മൾ ഒരുപക്ഷെ കരുതിയേക്കാം. എന്നാൽ ഇത് ഒരു മാർപ്പാപ്പ തന്നെ ഔസ്പിക്കാത്തോ എന്ന് പറയുന്ന ലേഖനത്തിൽ 1882 ലയോ 13 പാപ്പ ഇത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഒരു മാർപ്പാപ്പ തന്റെ ലേഖനത്തില്, അപ്പസ്തോലിക ലേഖനത്തിൽ ഇങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്തണമെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ സാധുതകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കെട്ടുകഥ മാർപ്പാപ്പ തന്റെ ലേഖനത്തിലൂടെ ഇങ്ങനെ പറയേണ്ടതില്ലല്ലോ. അപ്പം അങ്ങനെ അത് ചരിത്രത്തിൽ അത്രമാത്രം വിശ്വാസയോഗ്യമായ ചില സോഴ്സുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഔസ്പിക്കാത്തോ എന്ന് പറയുന്ന തന്റെ എൻസിക്ലിലെ അല്ലെങ്കിൽ അപ്പോസ്റ്റിക് ലെറ്റർ ആയിരിക്കാം, അതില് 1882 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും അതിനുശേഷം ഈ പറയുന്ന
ആ തൊഴുത്ത് ഒരു കപ്പേളയായിട്ട് മാറിയെന്നാണ് പറയുക. ഫ്രാൻസിസ് ജനിക്കുന്നത് നമുക്കറിയാം 13-ാം നൂറ്റാണ്ടിലാണ്. 14-ാം നൂറ്റാണ്ടിൽ അതൊരു കപ്പേളയായിട്ട് രൂപപ്പെട്ടുവെന്നും ആ കപ്പേളയുടെ കവാടത്തിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതി വെച്ചിരുന്നുവെന്നും ചരിത്രത്തില് 14-ാം നൂറ്റാണ്ടിലെ ഒരു രേഖയിൽ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്: ഹോക് ഒറാത്തോറിയം ക്വിഡ് ബോവിസ് എത് അസീനി തബൂലും ഇൻ ക്വോ നാത്തൂസ് എസ് ഫ്രാൻസിസ്കോസ് മുന്തീസ് പെക്വലും. ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് ലാറ്റിനാണ്. ഇതിന്റെ അർത്ഥം ഇതാണ്: ഈ കപ്പേള ഒരു കാലത്ത് കാലികളുടെയും കഴുതകളുടെയും തൊഴുത്തായിരുന്നു. ലോക ദീപമായ ഫ്രാൻസിസ് പിറന്നത് ഇവിടെയാണ്. 14-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്ര രേഖയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അസിസിലെ ഫ്രാൻസിസ് ജനിച്ച തൊഴുത്ത് അത് ആ കാലഘട്ടത്തിന് തന്നെ ഒരു കപ്പേളയായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പം അത് ഒരു ചരിത്ര രേഖയാണ്. അപ്പം ആ നൂറ്റാണ്ടിൽ തന്നെ, അല്ലെങ്കിൽ ആ 13-ാം നൂറ്റാണ്ടിൽ ജനിച്ചു. ആ 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി തന്നെ അതൊരു കപ്പേളയായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് അത്രമാത്രം പ്രാധാന്യവും വിശ്വാസയോഗ്യവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഒന്നും കൂടെ ചിന്തിച്ചു നോക്കാം. ഇത് ഈ സ്ത്രീയെ ഈ തൊഴുത്തിലേക്ക് മാറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ഫ്രാൻസിസിന്റെ അമ്മയായിട്ടുള്ള പീക പ്രൊഫി. അതുകൊണ്ട് തന്നെ 2-3 കാര്യങ്ങൾ കൊണ്ട് ഇത് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കും. ഫ്രാൻസിസിന്റെ അമ്മയായിട്ടുള്ള ഈ പീക പ്രൊഫി ഒരു ധനാഢ്യയായിട്ടുള്ള ഒരു പ്രൊഫി ആയിരുന്നുവെങ്കിലും, ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയുടെ ഭാര്യയായിരുന്നുവെങ്കിലും, ഒരു താപസയ്ക്ക് തുല്യമായിട്ടുള്ള ജീവിതമായിരുന്നു അവര് നയിച്ചിരുന്നത്. അവരുടെ ആഡംബര വസ്ത്രത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഭർത്താവിന് യോജിച്ച വസ്ത്രം അവര് ധരിക്കും. ഉത്തമയായിട്ടുള്ള കുലീനയായിട്ടുള്ള ഭാര്യയാണ്. പക്ഷെ അതിനുള്ളില് അവര് ഒരു സന്യാസിനിക്ക് തുല്യമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പിന്നീടുള്ള ഇടപെടലുകളെല്ലാം നമുക്ക് അങ്ങനെ ചരിത്രത്തിൽ നിന്ന് വ്യക്തതയോടെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പീറ്റർ ബെർണദോൺ എന്ന് പറയുന്ന ഈ പിതാവ് ഫ്രാൻസിലേക്ക് പോവുകയായിരുന്നു. അന്ന് വസ്ത്രവ്യാപാരത്തിന് വേണ്ടി. ഇന്നും നമുക്കറിയാം പാരീസ് ഫാഷന്റെ വലിയ സെന്ററാണ്. അന്നും ആ പാരമ്പര്യം തന്നെ ഫ്രാൻസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങള്, പുതിയ പുതിയ ഫാഷനില് ആ കാലഘട്ടത്തിന്റെ ഫാഷൻസ് ഡ്രസ്സുകൾ കിട്ടുന്ന ഫ്രാൻസിൽ നിന്നായിരുന്നു. അവിടുന്നാണ് ഏറ്റവും കൂടുതൽ സമ്പത്തും ഈ പറയുന്ന പീറ്റർ ബെർണദോന് കിട്ടുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം മിക്കവാറും ഫ്രാൻസില് യാത്രയിലായിരുന്നു. അപ്പം ഈ കുഞ്ഞിന്റെ ജനന സമയത്തും അദ്ദേഹം ഫ്രാൻസിലായിരുന്നു. അപ്പം അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ തൊഴുത്തിലേക്ക് മാറ്റാനായിട്ട് അനുവദിക്കുകയില്ല. പക്ഷെ അദ്ദേഹം ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ അദ്ദേഹം വരുന്നതിന് മുൻപ് തന്നെ അന്നത്തെ കാലത്ത് ഒരു കുഞ്ഞ് ജനിച്ചാല് പല രോഗസാധ്യതകളും ഉണ്ട്. നമുക്കറിയാം മലമ്പനി പോലെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെയുള്ള പല കാര്യങ്ങളും അവിടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ കൊച്ചിന് മാമോദീസ കൊടുക്കണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാമോദീസ കൊടുത്തു. ആ മാമോദീസ കൊടുത്തപ്പോൾ ജ്ഞാനസ്നാന നാമമായിട്ട് കൊടുത്ത പേര് സ്നാപക യോഹന്നാന്റെ പേരാണ്. അതായത് ഒരു താപസന്റെ പേര് തന്നെയാണ് സുവിശേഷത്തിലെ സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയ ശ്രേഷ്ഠനില്ല എന്നുള്ള ആ ഒരു വചനമായിരിക്കാം ഈ പറയുന്ന പീറ്റർ ബെർണദോന്റെ ഭാര്യയായിട്ടുള്ള പീക പൃഥ്വിയുടെ ഓർമ്മയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാട്, അതുപോലെ അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ശിശു, നിയമവും പ്രവാചകന്മാരും ഒക്കെ ഇവൻ വരെ മാത്രമേ ഉള്ളൂ, സ്നാപയോഹന്നാൻ വരെ ഉള്ളൂ എന്ന് പറയുന്ന നിയമവും പ്രവാചകന്മാരും സ്നാപയോഹന്നാൻ വരെയാണെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പം അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആ ഒരു വ്യക്തിത്വം, അദ്ദേഹം ഒരു താപസനാണെങ്കിലും വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് ജീവിച്ചിരുന്നവനായിരുന്നെങ്കിലും ഈ പീക പ്രൊഫി ഈ പേര് തന്നെയാണ് ഈ പറയുന്ന തന്റെ ആദ്യ പുത്രന്, കടിഞ്ഞൂൽ പുത്രന് നൽകുക. അപ്പന് ആ ഒരു താല്പര്യമോ അങ്ങനെ ഒരു ശൈലിയോ ഒന്നും ഇല്ലായിരിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും അവർ കൊടുക്കുന്ന പേര് ഇതാണ്. അപ്പൊ അവരുടെ ഒരു ശൈലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ ആവശ്യപ്പെടുമ്പോൾ തൊഴുത്തിലേക്ക് പോവുക, അവിടെ നിനക്ക് സുഖപ്രസവം ലഭിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒട്ടും ശങ്കയില്ലാതെ ഈ പീക പ്രൊഫി അവിടെ എത്താനായിട്ടുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. വീണ്ടും വേറൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ചരിത്രത്തില്. ഈ പറയുന്ന പീക പ്രൊഫി പിന്നീട് അസിസിലെ ഫ്രാൻസിസ്, വിശുദ്ധനായ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന സാഹചര്യത്തില് ഫ്രാൻസിസ്കൻ 1-ാം സഭയും അതുപോലെ തന്നെ സഹോദരിമാരുടെ സഭയായിട്ടുള്ള 2-ാം സഭയും അൽമായ സഹോദരങ്ങളുടെ സഭയായിട്ടുള്ള കുടുംബജീവിതക്കാരുടെ സഭയായിട്ടുള്ള 3-ാം സഭയും ഒക്കെ ആരംഭിക്കുന്ന സാഹചര്യത്തില് വിശുദ്ധ ക്ലാരയുടെ മോണസ്ട്രിയിലേക്ക് ഈ പീക പ്രൊഫി ഒരു സന്യാസിനിയായിട്ട് ചേരുകയാണ്. അത് ചരിത്ര രേഖകളില് ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അസിസിലെ വിശുദ്ധ ക്ലാരയുടെ മഠത്തിലെ ക്രോണിക്കിൾസില് ഈ പീക പ്രൊഫിയുടെ എൻട്രി, അതായത് ഈ മഠത്തിലെ പ്രവേശനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ഇതാണ്.
എങ്ങനെയാണ് ദൈവം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്? ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ് ചില വ്യക്തികളിലൂടെ? ഇത് ഒരു വ്യക്തിക്ക് മാത്രം നൽകുന്ന പ്രത്യേകതയാണോ? അങ്ങനെയല്ല. ഓരോ മനുഷ്യ വ്യക്തിയെയും ദൈവം അത്രമാത്രം പ്രത്യേകതകളോട് കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുക. പക്ഷെ നമ്മൾ എവിടെയൊക്കെയോ വില കൊടുക്കാനായിട്ട് മറന്നു പോവുകയാ. നമ്മൾ എവിടെയൊക്കെയോ ശ്രദ്ധിക്കാൻ മറന്നു പോവുകയാ. നമ്മൾ എവിടെയൊക്കെയോ ഈ ലോകത്തിന്റേതായിട്ടുള്ള കുറെ വ്യഗ്രതകളിൽ കുടുങ്ങിക്കിടക്കുകയാ. നമ്മള് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ കൂടാതെ സമ്പാദിക്കാൻ നോക്കിയ. എന്നാൽ ഈശോ പറയുകയാണ്, എന്നെ കൂടാതെ ശേഖരിക്കുന്നവൻ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ നാമത്തെ പ്രതി നഷ്ടപ്പെടുത്താനും ഈശോയുടെ നാമത്തെ പ്രതി വില കൊടുക്കാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ദേശവും ദൈവം എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, അത് ഈശോ പറയുന്നത് എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതി എന്നാണ് പറയുക. അപ്പൊ തീർച്ചയായിട്ടും അത് എല്ലാവരെ കുറിച്ചുള്ള പദ്ധതിയാ. അസിസ്റ്റൽ വിശ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെ ചില ഇടപെടലുകൾ ദൈവം നടത്തി. അത് തന്നെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവീകമായിട്ടുള്ള ശ്രേഷ്ഠതയോടെ പ്രത്യേകതകളോടുകൂടി ഇടപെട്ടിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളും ചില കാലഘട്ടങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലും വരും. നമ്മൾ വിശ്വസ്തത പുലർത്താൻ തയ്യാറായാൽ. നമുക്ക് അസിസ്റ്റൽ വിശ ഫ്രാൻസിസിന്റെ ജീവിതത്തിന്റെ ഒരു തുടക്കം പോലെ ഞാനിത് പറയുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ദൈവം ഇടപെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്കറിയാം മറ്റു വിശുദ്ധരെക്കുറിച്ചും സമാന്തരമായിട്ട് നമ്മൾ സംസാരിച്ചു പോവുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് അസിസ്റ്റൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ മാധ്യസ്ഥതയിൽ ഈശോയെ അനുകരിക്കാനുള്ള, ഈശോ പറയുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള, വില കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവം, ചോസനായും ബലവിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ വിളിച്ചത്, അങ്ങ് ഞങ്ങളെ വേർതിരിച്ചത്, അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കിയത് ഞങ്ങളെക്കുറിച്ച് അങ്ങേക്ക് പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. കർത്താവായ ഈശോയെ, ഈ ടൈം ആൻഡ് സ്പേസിൽ, ഈ കാലത്തിലും സാഹചര്യത്തിലും അങ്ങ് ഞങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ അത് ജീവിതം കൊണ്ട് മറുപടി നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവ്വശക്തിയോടെ അവിടുത്തെ സ്വരം ശ്രവിക്കുവാനും പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറയാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് അസാധ്യമായതെല്ലാം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ തിരുഹിതത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.